Hi guys, welcome back to my drama explainer. മോഡൽ സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടായിരുന്നല്ലോ മൂന്നാമത്തെ എപ്പിസോഡ് തീർന്നു പോയെ. എന്തായാലും മോഡലിനൊന്നും സംഭവിക്കുന്നില്ല, ജോങ്വു വന്ന് രക്ഷിക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ടാണ് നാലാമത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോങ്വു, നീ മരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുവാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു. മോഡല്, ഞാൻ ആ പാർക്കിൽ വെച്ച് ഓൾറെഡി മരിച്ചതാണ്, ഇനി ഒരിക്കലും എന്റെ ജീവിതം പഴയ പോലെ കിട്ടാൻ പോകുന്നില്ല എന്ന് ഷൗട്ട് ചെയ്ത് പറയുവാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നതും തന്നെ ഗേൾഫ്രണ്ടിന് സംഭവിച്ച ഇൻസിഡന്റ് ഓർത്തുകൊണ്ട് ജോങ്വു, അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്നാണോ? നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അതിനർത്ഥം നിനക്ക് ഇതിലും ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എന്ന് കംഫർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു. മോഡലാണെങ്കിൽ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല, കണ്ണു നിറഞ്ഞുകൊണ്ട് അവനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതേ സമയം ഇവിടെ മോഡലിനെ അറ്റാക്ക് ചെയ്ത് ലേഡി കയറി പോകുന്ന വീട് കണ്ട് കങ്ങോ ആകെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം മിന്യുക്ക് നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് തന്നെയാണ് ലേഡി വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ലേഡി പ്ലാസ്റ്റിക് സർജറി ക്ലിനിക്കിലേക്ക് പോകും എന്ന കാര്യവും മിന്യുക്കിന് നേരത്തെ അറിയായിരുന്നു. മിന്യുക്ക് ഇതിന് മുന്നേ ഒരു ആസിഡ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ വിക്ടിമിന്റെ ഫോട്ടോയായിരുന്നു ഞാൻ ഇന്ന് രാവിലെ ഈ ലേഡിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിക്ടിമിന്റെ ഫോട്ടോ കണ്ട സമയത്ത് ലേഡിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. ഇനി ആളങ്ങ മാറിപ്പോയോ എന്നുള്ള സംശയമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. തന്നെ ഏൽപ്പിച്ച പണി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി അവരിന്ന് ക്ലിനിക്കിലേക്ക് പോകുമായിരിക്കും എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവരിന്ന് പോവുകയും ചെയ്തു. അതിനർത്ഥം ലേഡിക്ക് മോഡലിന് വലിയ പരിചയമൊന്നുമില്ല, അവരോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത് മറ്റാരോ ആണ് എന്ന് പറയുന്നു. മിനുക്കിന്റെ സംശയം സത്യമായിരുന്നു. ലേഡിയോട് ഇതുപോലൊരു കാര്യം ചെയ്യാൻ പറഞ്ഞത് അവർ മെയ്ഡായിട്ട് വർക്ക് ചെയ്യുന്ന വീടിന്റെ ഹൗസ് ഓണറാണ്. ഇതിനു വേണ്ട അഡ്വാൻസ് ഹൗസ് ഓണർ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പണി കഴിഞ്ഞ സ്ഥിതിക്ക് ബാക്കി പണം കൂടെ ലേഡിക്ക് വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്ര ലേറ്റ് ആയിട്ടും ഹൗസ് ഓണറെ കാണാൻ വേണ്ടി ലേഡി വന്നിട്ടില്ല. ഈ അടുത്തല്ല നിങ്ങൾക്ക് അഡ്വാൻസ് തന്നത്, ആ പണം നിങ്ങൾ ഇത്ര പെട്ടെന്ന് തീർത്തോ? ആ പണം നിങ്ങൾ എന്ത് ചെയ്തു എന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതാണ് ഫൈനൽ സെറ്റിൽമെന്റ്, ഇതോടുകൂടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും കഴിഞ്ഞിട്ടുണ്ട് എന്ന അഹങ്കാരത്തോടെ പറഞ്ഞ് ഹൗസ് ഓണർ ലേഡിയോട് പോകാൻ പറയുവാണ്. എന്നാൽ ലേഡി പോകുന്നില്ല. പകരം അവർക്ക് വേണ്ടി കപ്പിൽ ഒഴിച്ചു വെച്ച് ചായ എടുത്ത് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഹൗസ് ഓണർ വീണ്ടും പോകാൻ പറയുന്നതും അവർ ആ ചായ ഹൗസ് ഓണറിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നത് പോലെ കാണിക്കുന്നു. ഹൗസ് ഓണർ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം അതുപോലൊരു മൂവ് ലേഡിയുടെ ഭാഗത്ത് നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ലേഡി പൊട്ടിച്ചിരിച്ചുകൊണ്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളതുപോലെ അഭിനയിച്ച ഒരാളുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ചത് കാരണം എനിക്കിപ്പോ പേടിയൊന്നുമില്ല. മറ്റൊരാളുടെ ലൈഫ് മുഴുവൻ നശിപ്പിക്കാനായി നമ്മുടെ ഈ കൈ മാത്രം മതി എന്നത് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ എന്ന് ചോദിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അഹങ്കാരം ഒന്നും ഇപ്പൊ ഹൗസ് ഓണർക്കില്ല. പകരം വളരെ സൗമ്യമായ രീതിയിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുത്തൂടെ എന്നാണ് ലേഡിയോട് ചോദിക്കുന്നത്. ലേഡി, എനിക്കെങ്ങനെയാ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? ആ മോഡലിന്റെ ഫേസ് നമ്മൾ ഈ കോലത്തിലാക്കിയില്ലേ എന്ന് തന്റെ ഫോൺ കാണിച്ചുകൊണ്ട് പറയുന്നു. ആക്ച്വലി തന്റെ ഭർത്താവുമായിട്ട് മോഡലിന് അഫയർ ഉണ്ടെന്നും അത് കാരണമാണ് അവളുടെ മുഖത്തേക്ക് ഞാൻ ആസിഡ് ഒഴിച്ചതെന്നും ലേഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കള്ളമായിരുന്നു. ഇതെല്ലാം ഹൗസ് ഓണറുടെ പ്ലാൻ ആണ്. കേസ് വാദിക്കാൻ വേണ്ടി വക്കീലിനെ ഏർപ്പാട് ചെയ്തതും ഹൗസ് ഓണർ തന്നെയാണ്. ഇതിന്റെ തെളിവാണെങ്കിൽ ലേഡി റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെളിവ് നശിപ്പിച്ച് കളയണമെങ്കിൽ കൂടുതൽ പണം തരണം എന്നാണ് ലേഡി ഹൗസ് ഓണറിനോട് ആവശ്യപ്പെടുന്നത്. വേറെ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹൗസ് ഓണർ അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ലേഡി ആ പണം കൊണ്ട് പോകുന്നുണ്ട്. ഹൗസ് ഓണർ ജേസ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റിന്റെ വൈഫാണ് കേട്ടോ. ആ ഏജൻസിയിലായിരുന്നു മോഡൽ കഴിഞ്ഞ വർഷം വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹൗസ് ഓണർ ലേഡിക്ക് കൊടുത്ത പണം ലേഡി ചെക്ക് ചെയ്ത് നോക്കുന്നത് ടാക്സിയിലെ ഡാഷ് ക്യാമിൽ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നോക്കിക്കൊണ്ട് ഇവരെല്ലാം തമ്മിൽ എന്ത് കണക്ഷൻ ആണുള്ളതെന്നും എന്തിനായിരിക്കും ഹൗസ് ഓണർ ലേഡിക്ക് പണം കൊടുത്തത് എന്നും എല്ലാം കങ്ങോയും മിനിയൊക്കും തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ജോങ്വു ആണെങ്കിൽ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. തന്റെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഡ്രിങ്ക് ചെയ്തതായിരുന്നു ഈ സമയത്ത് അവൻ ഓർക്കുന്നത്. തന്റെ ഗേൾഫ്രണ്ടിന് എന്ന പോലെ ഒരു ഗ്ലാസ്സിലായിട്ട് അവൻ ബിയർ ഒഴിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ഒത്തിരി നേരമായി കുടിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കുടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷോപ്പ് ഓണർ അവനോട് വീട്ടിലേക്ക് പോകാൻ പറയുന്നുണ്ട്. എന്നാൽ അവൻ കുടി നിർത്തുന്നുമില്ല, വീട്ടിലേക്ക് പോകുന്നുമില്ല. ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ നടന്ന ഇൻസിഡന്റിന്റെ വിവരം അറിഞ്ഞ് മിന്യൊക്കെ അവന് കോൾ ചെയ്യുന്നത്. അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബോധമില്ല താനും. സോ ഷോപ്പ് ഓണർ ആണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. മിന്യൊക്കിനോട് ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ജോങ്വുവിനെ പിക്ക് ചെയ്ത് അവന്റെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുന്നു. അവിടെ ജോങ്വുവിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് വൂജിനും ആ ലോയറും ഉണ്ട് കേട്ടോ. വൂജിൻ, രാവിലെ ക്രിമിനൽസിന്റെ കൂടെയുള്ള ഓട്ടം, രാത്രി ഡ്രൈവർ ആവേണ്ട അവസ്ഥയും ആയല്ലേ. അല്ല, നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തേ? നിങ്ങൾ ഒരുമിച്ചാണോ ഡ്രിങ്ക് ചെയ്തേ എന്നാണ് മിന്യോക്കിനെ കാണുന്നതും ആദ്യമേ ചോദിക്കുന്നത്. പിന്നീട് നടന്ന സംഭവം കേട്ടതിന് ശേഷമാണ് വൂജിൻ ജോങ്വുവിനെ കൊണ്ട് ജോങ്വുവിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നത്. ലോയറെ മിന്യോക്ക് നേരത്തെ കണ്ടു പരിചയം ഉണ്ടല്ലോ. സോ അവള്, നമ്മൾ വീണ്ടും കണ്ടല്ലോ, നിങ്ങൾ മൂന്നുപേരും ഫ്രണ്ട്സ് ആണല്ലേ എന്ന് ചോദിക്കുന്നു. ലോയർ അതിന് ആൻസറായി സ്മൈൽ ചെയ്ത് പോകാൻ നിൽക്കുവാണ് ചെയ്യുന്നത്. എന്നാൽ വീണ്ടും മിന്യോക്കിനോട് ജോങ്വു ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്നില്ലേ, അത് ഇനിയും എത്ര സമയത്തേക്ക് ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, കാരണം ഇതൊന്നും ഞാനല്ല തീരുമാനിക്കേണ്ടത്. പക്ഷേ താനെന്താ അങ്ങനെ ചോദിച്ചേ എന്ന് മിന്യൊക്കെ തിരിച്ചു ചോദിക്കുന്നു. അതിനുത്തരവായി ലോയർ, ക്രൈം വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്നത് അവന് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവനും ഒരു വിക്ടിമാണ്. 7 വർഷം മുന്നേ അവന്റെ ഗേൾഫ്രണ്ടിനെ, അതായത് അവന്റെ ഫിയാൻസിയെ അവന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതും ഒരു ക്രൈമില് എന്ന് പറയുന്നത് കേട്ട് മിന്യൊക്കെ ഷോക്ക് ആവുന്നു. വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്തും അവരുടെ വേദനകൾ കാണുന്ന സമയത്തും ജോങ്വുവിനെ അവന്റെ വേദനിപ്പിക്കുന്ന പാസ്റ്റ്
കൂടുതൽ ഓർമ്മ വരാനും അത് അവനെ കൂടുതൽ സഫർ ചെയ്യിപ്പിക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവൻ വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവന്റെ അമ്മയ്ക്കും ഫ്രണ്ട്സിനും എല്ലാം എതിർപ്പുള്ളത്. ഇതുപോലുള്ള വേദനകളൊന്നും കാണരുത് എന്ന് കരുതിയാണ് അവൻ എമർജൻസിയിൽ നിന്നും പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറിയത് പോലും. അവന്റെ പ്ലാൻ അതായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിലേക്ക് ഇമോഷൻസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഡയറക്ടറിന്റെ പ്ലാൻ. അതുകൊണ്ടാണ് 3 വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുക എന്ന കോൺട്രാക്റ്റിൽ ഡയറക്ടർ അവനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. സത്യത്തിൽ ജോങ്വു അവന്റെ പേഷ്യൻസിനോട് കോൾഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യാറുള്ളത്. എന്നാൽ അവൻ അവന്റെ പേഷ്യൻസിനെ സിൻസിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഡേ ജോങ്വുവിന്റെ ഹോസ്പിറ്റലിൽ വെച്ച് മിനിയൊക്കെ ഒരു അങ്കിളിനോട് സംസാരിക്കുവാണ്. ആ അങ്കിൾ ഇടയ്ക്കിടെ മോഡലിനെ കാണാൻ വരാറുണ്ട്. എന്നാൽ മോഡലിനെ കാണാറില്ല, പകരം ഫ്ലവേഴ്സും ഫ്രൂട്ട്സും എല്ലാം മോഡലിന്റെ റൂമിന്റെ വെളിയിൽ വെച്ച് പോകാറാണ് പതിവ്. മിനിയൊക്കെ ഇത് കാണാറുണ്ട്. സോ ഇന്ന് അവൾ അതിന്റെ റീസൺ ചോദിക്കുന്നു. ഇവൾ എന്റെ മോളുടെ ഫ്രണ്ടാണ്. ഒരുപക്ഷെ ഇതിന്റെ സംശയമായിരിക്കാം. പക്ഷേ ജയേഷ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റിന് ഈ ആസിഡ് അറ്റാക്കുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ മകളും അതേ ഏജൻസിയിലെ മോഡലായിരുന്നു എന്ന് പറഞ്ഞ് തന്റെ ഫോണിൽ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. അന്ന് മോഡൽ ഒരു ഫോട്ടോ നോക്കി കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതേ ഫോട്ടോ. ജയേഷ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റിന്റെ വീട്ടിലെ മെയ്ഡാണ് ആസിഡ് അറ്റാക്ക് ചെയ്തതെന്നും ആ ലേഡി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നും മിനിയൊക്കെ ഇപ്പൊ മോഡലിനോട് പറയുന്നുണ്ട്. കൂടെ ഒരു ന്യൂസ് കാണിച്ച് ജയേഷ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ വർഷമായിരുന്നു സെക്ഷൽ ഹറാസ്മെന്റിന് അറസ്റ്റിലായത്. അതിനുശേഷം ഒരു മോഡൽ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മോഡൽ നിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നില്ലേ? ഈ കാര്യങ്ങളെ കുറിച്ച് ഇത്രയും കാലം നീ തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇനിയെങ്കിലും ഇതെല്ലാം പുറത്തു വന്നാൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. മോഡൽ ആദ്യം അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ അവളെയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണമെന്ന് പിന്നീട് അവൾക്ക് തോന്നുവാണ്. ഇവിടെ ലേഡി ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് വേണ്ടി പണം കെട്ടിവെക്കാൻ വന്നേക്കുവാണ്. ഈ സമയത്ത് അങ്ങോട്ട് വന്ന് കങ്ങോ ഞാനിത് എവിടെയോ കണ്ടിട്ടുണ്ട്, ഇതല്ലേ എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുക്കുന്നു. ലേഡി ആ കവർ കാര്യമായിട്ട് നോക്കുന്നതിന്റെ ഫോട്ടോയാണ് അതിലുള്ളത്. ഇത് നിങ്ങളുടെ ഹൗസ് ഓണർ തന്നതല്ലേ എന്ന് കങ്ങോ ചോദിക്കുന്നു. ലേഡി ആദ്യം ഒന്ന് പതറിയെങ്കിലും അതെ മാഡം എനിക്ക് ബോണസ് ആയിട്ട് തന്നതാ എന്ന് പറയുന്നു. അത് ശരി, ബോണസ് ആണല്ലേ. മോഡലിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയതിനും ഫോട്ടോ എടുത്തതിനും ഒക്കെ ആയിരിക്കുമല്ലേ ആ ബോണസ് എന്ന് പറഞ്ഞ കങ്ങോ ആ ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് സോറി പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ലേഡി പിടിച്ചു നിൽക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും കേൾക്കുന്നില്ല. അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും തന്റെ ഹസ്ബൻഡ് തന്നെ കുറച്ച് കാണരുത് എന്ന വാശിപ്പുറത്താണ് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി ലേഡിക്ക് അത്രയും പണം ആവശ്യമുണ്ടായിരുന്നത്. ഇൻവെസ്റ്റിഗേഷന് സഹകരിച്ചാൽ മാത്രമേ പ്ലാസ്റ്റിക് സർജറി നടക്കത്തുള്ളൂ എന്ന് കങ്ങോ പറയുന്നതും വള്ളി പുള്ളി തെറ്റാതെ ഹൗസ് ഓണർ ആണ് മോഡലിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ പറഞ്ഞതെന്നും അതിന് പകരമായാണ് തനിക്ക് പണം തന്നത് എന്നും എല്ലാം ലേഡി പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇതെല്ലാം ഹൗസ് ഓണർ ആണ് ചെയ്യിപ്പിച്ചത് എന്നതിന് തെളിവുണ്ടായിരുന്നല്ലോ. ആ തെളിവും ലേഡി കങ്ങോക്ക് കൊടുക്കുന്നുണ്ട്. ഹൗസ് ഓണറോട് ഈ കാര്യം ചെയ്യാൻ പറഞ്ഞതാണെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഹസ്ബൻഡ് ആണ്, അതായത് ജയേഷ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റ്. ഈ ക്രൈമിന്റെ ഫുൾ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ജയിലിൽ നിന്ന് അങ്ങേര് ഹൗസ് ഓണർക്ക് അയച്ച കത്തും ലേഡി ആ വീട്ടിൽ നിന്ന് പൊക്കിയിട്ടുണ്ടായിരുന്നു. അതും അവരവന് കൊടുക്കുന്നുണ്ട്. സോ ഇനി ലേറ്റ് ആക്കി കാര്യമില്ലല്ലോ, ഹൗസ് ഓണറെ അറസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഒരു വർഷം മുന്നേ കമ്പനിയിൽ വെച്ച് മോഡലിന്റെ ഫ്രണ്ടിനെ പ്രസിഡന്റ് സെക്ഷൽ അസോൾട്ട് ചെയ്യുന്നത് മോഡൽ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി മോഡൽ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലാട്ടോ. പ്രസിഡന്റ് ഫ്രണ്ടിനോട് മിസ്ബിഹേവ് ചെയ്യുന്നത് മോഡൽ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വെച്ച് പ്രസിഡന്റിനെതിരെ കേസ് കൊടുത്തതും മോഡൽ തന്നെയാണ്. അതിനുശേഷം പ്രസിഡന്റ് ജയിലിലായി. കുറച്ച് ദിവസങ്ങൾക്കകം മോഡലിന്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തു. മോഡലാണെങ്കിൽ ആ കമ്പനിയിലെ ജോലി രാജിവെക്കുകയും ചെയ്തു. തന്നെ ജയിലിലാക്കിയതിന്റെ പ്രതികാരമായാണ് മോഡലിനെതിരെ അറ്റാക്ക് നടത്താനായിട്ട് ജയിലിലിരുന്ന് പ്രസിഡന്റ് പ്ലാൻ ചെയ്തത്. അയാളുടെ വൈഫാണെങ്കിൽ അയാൾക്ക് കട്ട സപ്പോർട്ടും. ഹസ്ബൻഡ് പറഞ്ഞതനുസരിച്ച് വീട്ടിലെ ജോലിക്കാരിയായ ലേഡിയെ കൊണ്ട് മോഡലിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുക എന്ന പ്ലാൻ നടപ്പിലാക്കിയത് ഞാനാണെന്ന് ആദ്യം കുറച്ച് എതിർത്തെങ്കിലും ഹൗസ് ഓണർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ന്യൂസ് പുറത്തറിയുന്നതോടുകൂടെ തന്നെ മോഡലിനെ കുറിച്ചുള്ള ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറുവാണ്. ജയേഷ് മോഡൽ ഏജൻസിയുടെ പ്രസിഡന്റിനും വൈഫിനും അവരുടെ ജോലിക്കാരിക്കും എല്ലാം അവരെ അർഹിച്ച പണിഷ്മെന്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജോങ്വുവിന്റെ അടുത്തേക്ക് വരുന്ന വൂജിൻ, നീ എന്താ ഇത്ര കാര്യമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നേ? ഏത് സർജറിയെ കുറിച്ചാണോ ഇത്ര കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. നിനക്ക് നിന്റെ പേഷ്യൻസിന്റെ കാര്യം നോക്കിയാ പോരെ എന്ന് ജോങ്വു തിരിച്ചും ചോദിക്കുന്നു. വൂജിൻ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. നീ നിന്റെ പേഷ്യൻസിന്റെ ലൈഫിൽ നടക്കുന്ന വല്ല കാര്യവും അറിയുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുത്ത് വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ എന്ന നിലയ്ക്ക് നീ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും അറിയണ്ടേ എന്ന് പറയുന്നു. അത് മോഡലിനെതിരെയുള്ള ആസിഡ് അറ്റാക്കിനെ കുറിച്ചുള്ള സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ആണ്. ജോങ്വു അതൊന്നും നോക്കിയെങ്കിലും കാര്യമാക്കാതെ ഒരു രോഗിയെ ചികിത്സിക്കാൻ വേണ്ടി ഇത് അത്ര അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്നു. അയ്യോ നീ ഒരിക്കലും മാറില്ലാന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുവാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് വൂജിൻ ജോങ്വുവിന്റെ മോണിറ്റർ നോക്കുന്നത്. മോഡലിന്റെ ഫേസിലുള്ള മുറിവിനെ കുറിച്ചാണ് അവൻ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കണ്ട വൂജിൻ, നീ അപ്പൊ നിന്റെ പേഷ്യൻസിന്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നൊക്കെ ഉണ്ടല്ലേ എന്നൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇവിടെ മോഡൽ നഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്രിക എടുത്ത് അവിടുന്ന് പോകുന്ന സമയത്താണ് ജോങ്വു അവളുടെ അടുത്തേക്ക് വരുന്നത്. ജോങ്വു, കുറ്റവാളികൾ പോലീസ് സ്റ്റേഷനിലല്ലേ ഉള്ളേ, അങ്ങോട്ട് പോയി ഈ കത്രിക യൂസ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നു. അതിന് വ്യക്തമായൊരു ഉത്തരം കൊടുക്കാതെ പോകുന്ന മോഡലിനോട് ജോങ്വു വീണ്ടും, ഈ കത്രിക യൂസ് ചെയ്താൽ നീ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടില്ല, പിന്നെയും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കത്തേ ഉള്ളൂ. ഇതുപോലുള്ള നോൺസെൻസിന്റെ പുറകെ നടക്കാതെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ സമയം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു.
എന്നിട്ടെന്തിനാ ഇത് മാറത്തൊന്നുമില്ലല്ലോ എന്നാണ് ദേഷ്യത്തോടെ മോഡൽ ചോദിക്കുന്നത്. തീർച്ചയായും മാറും. പണ്ടത്തെ പോലെ സ്കിന്ന് പെർഫെക്റ്റ് ആവില്ലെങ്കിലും ഒരുപാട് മാറ്റം ഉണ്ടാവും. നിന്റെ ഫേസ് ഈ രൂപത്തിലാക്കിയവരുടെ ആവശ്യം നിന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കലായിരുന്നു. അതുപോലുള്ളവർക്കെതിരെ റിവെഞ്ച് ചെയ്യേണ്ടത് ഒരിക്കലും അവരെ കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടല്ല, അവരെന്താണോ ആഗ്രഹിച്ചത് അത് അവർക്ക് കൊടുക്കാതിരിക്കലാണ്. അതായത് ഒരിക്കലും നീ അവരാഗ്രഹിച്ചതുപോലെ നിന്റെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. ട്രീറ്റ്മെന്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. സോ നന്നായി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകുന്നു. ഇത് കേട്ട് ഷോക്കായി നിൽക്കുന്ന സമയത്താണ് മോഡലിന് ഒരു കോള് വരുന്നത്. മോഡൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടി കോൺടെസ്റ്റ് ഉണ്ടായിരുന്നില്ലേ, അതിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു അംഗമാണ് ഇപ്പൊ മോഡലിന് കോൾ ചെയ്യുന്നത്. ഫൈനൽ ഓഡിഷന് പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ള അയാളുടെ ചോദ്യം കേൾക്കുന്ന സമയത്ത് ഇത്രയും കാലം തനിക്കുണ്ടായിരുന്ന സ്വപ്നങ്ങളെ കുറിച്ചാണ് മോഡൽ ഓർക്കുന്നത്. അതങ്ങനെ വേണ്ടാന്ന് വെക്കാൻ മോഡൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സർജറിക്ക് സമ്മതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ സർജറി കഴിഞ്ഞു വരുന്ന ജോങ്വോനെ വെയിറ്റ് ചെയ്ത് സർജറി റെക്കോർഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് മിന്യോക്ക്. ഓക്കെ ഞാൻ പറഞ്ഞേക്കാം, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന ജോങ്വോനോട് മിന്യോക്ക് താങ്ക്സ് പറയുന്നത് കേട്ട് അവൻ കൺഫ്യൂസ് ആയി നിൽക്കുവാണ് ഇപ്പോ. മിന്യോക്ക് ഞങ്ങൾ എത്ര തന്നെ കേസ് സോൾവ് ചെയ്താലും കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങി കൊടുത്താലും ഒന്നും അവര് കാരണം കഷ്ടപ്പെടുന്ന വിക്ടിംസിന്റെ റിക്കവറിക്ക് വേണ്ടി ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാറില്ല. എന്നാൽ ഇതുപോലെ ഡെഡിക്കേറ്റഡ് ആയ ഒരു ഡോക്ടർ ഉള്ളത് കാരണം എന്ന് പറയുന്നതും ജോങ്കു ഞാൻ ചെയ്യുന്നത് പ്ലാസ്റ്റിക് സർജറിയാണ്, ഞാനൊരു പ്ലാസ്റ്റിക് സർജൻ ആണ് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഒഴിവാവാന്ന് വിചാരിക്കേണ്ട, മോഡലിന്റെ മുഖത്തുള്ള പാട് മാത്രമല്ലല്ലോ ഹൃദയത്തിലുള്ള പാട് ഇല്ലാതാക്കാനും നിന്നെ കൊണ്ട് പറ്റിയില്ലേ എന്ന് പറയുന്ന സമയത്ത് ജോങ്കുവിന്റെ എക്സ്പ്രഷൻ കണ്ട് അയ്യോടാ നാണം വന്നല്ലേ എന്നാണ് മിന്യോക്ക് ചോദിക്കുന്നത്. അവൻ പിന്നെ അവിടെ നിൽക്കുന്നില്ല, എസ്കേപ്പ് ആവാൻ നോക്കുവാണ്. എന്നാൽ മിന്യോക്ക് വിടുന്നില്ല. നല്ലത് ചെയ്ത ഒരാളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ എന്തോ അവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുവാണ്. കൂടെ തന്നെ നന്നായി സ്മൈൽ ചെയ്യേ, പിന്നെ മധുരവും കഴിച്ചേക്ക് എന്നും അവള് പറയുന്നുണ്ട്. എന്ത് പറയണമെന്നറിയാതെ പോകുന്ന ജോങ്കുവിനെ കണ്ട് മിന്യോക്ക് അച്ചോ അവന് നാണം വന്നു എന്ന് പറഞ്ഞു പോകുവാണ് ചെയ്യുന്നത്. ഇപ്പൊ ജോങ്കു ഡ്യൂട്ടി കഴിഞ്ഞ് പോകുവാണ്. അവനെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. എന്നാൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല താനും. സോ അവനൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നു. ഇപ്പൊ മോഡൽ സർജറി ഒക്കെ കഴിഞ്ഞ് കോൺടെസ്റ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇതുപോലൊരു പ്രശ്നം വരുന്ന സമയത്ത് പെട്ടെന്ന് ആർക്കും അതിനെ ഫേസ് ചെയ്യാൻ സാധിക്കാറില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം കിട്ടിയത് എന്നാണ് അവളോട് ചോദിക്കുന്നത്. ഞാൻ എല്ലാം ഗീവപ്പ് ചെയ്യാൻ തീരുമാനിച്ചതായിരുന്നു, എന്നാൽ അതുപോലെ ഗീവപ്പ് ചെയ്താൽ എന്റെ ലൈഫ് ഇല്ലാതാക്കാൻ ശ്രമിച്ചവരുടെ ആഗ്രഹമാണ് ഞാൻ നടത്തി കൊടുക്കുന്നത് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ചലഞ്ച് ചെയ്തു. എന്നെയോ എന്റെ മുഖത്തുള്ള ഈ പാടോ ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മോഡൽ കോൺഫിഡൻസോട് കൂടെ തന്നെ ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കുവാണ്. ഇപ്പൊ ഫൈനൽ റൗണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഹോസ്പിറ്റലിലെയും പോലീസ് സ്റ്റേഷനിലെയും എല്ലാ സ്റ്റാഫ്സും ആ കോൺടെസ്റ്റ് ഇരുന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. വിന്നറിനെ അനൗൺസ് ചെയ്യുന്നു. മോഡലിന് 3ാം സ്ഥാനവും കിട്ടുന്നില്ല, 2ാം സ്ഥാനവും കിട്ടുന്നില്ല, 1ാം സ്ഥാനവും കിട്ടുന്നില്ല. ഒരുപാട് പ്രതീക്ഷയോടെ ഫൈനൽ റൗണ്ട് കാണാനിരുന്ന എല്ലാവരും നിരാശയിലാവുകയാണ്. എന്നാൽ അധിക സമയം അവർക്ക് നിരാശപ്പെടേണ്ടി വരുന്നില്ല. തനിക്ക് നടന്ന അനീതിക്കെതിരെ എതിർത്ത് നിൽക്കാൻ ധൈര്യം കാണിച്ച മോഡലിനെ ഈസ്റ്റ് ഏഷ്യ റീജിയനിലെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് തെരഞ്ഞെടുക്കുവാണ്. ആ കോൺടെസ്റ്റിലെ 1ാം സ്ഥാനത്തേക്കാൾ വലിയൊരു സ്ഥാനമാണ് ഇപ്പൊ മോഡലിന് കിട്ടിയിരിക്കുന്നത്. മോഡലും ഹാപ്പി, പോലീസ് സ്റ്റേഷനിലുള്ളവരും ഹാപ്പി, ഹോസ്പിറ്റലിലുള്ളവരും ഹാപ്പി. പ്ലാസ്റ്റിക് സർജറി ഒരു വലിയ കാര്യം തന്നെയാണല്ലോ ചെയ്തത് എന്ന് മിന്യോക്ക് ഒത്തിരി സന്തോഷത്തോടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മോഡലിന്റെ ആ ഒരു അച്ചീവ്മെന്റിന് കാരണക്കാരനായ ജോങ്വു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്താണ് മിന്യോക്ക് അവന്റെ പോക്കറ്റിൽ എന്തോ ഇട്ടുകൊടുത്തതും സ്മൈൽ ചെയ്യാൻ പറഞ്ഞതൊക്കെ അവൻ ഓർമ്മ വരുന്നത്. അവനത് എടുത്തു നോക്കുന്നു, മിഠായിയാണ്. അവൾ പറഞ്ഞതുപോലെ തന്നെ അവനത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്, അതും സ്മൈൽ ചെയ്തുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ഡേ തന്റെ കൺസൾട്ടേഷൻ റൂമിലേക്ക് വരുന്ന ജോങ്വുവിനെ പെർഫ്യൂം അടിച്ചുകൊണ്ടാണ് ഡയറക്ടർ സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഇതെന്തുവാ ചെയ്യുന്നേ എന്നവൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ഡയറക്ടറോട് ചോദിക്കുന്നില്ല. അവൻ അന്നത്തെ സ്കെഡ്യൂൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ നിനക്ക് ഇനിയും വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ, കുറച്ചുകൂടെ ടൈം ഇതൊന്ന് ട്രൈ ചെയ്യുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നു. അവന്റെ നോട്ടം കണ്ട് ഡയറക്ടർ അല്ല നിനക്ക് ഈ വിക്ടിംസിനെ ട്രീറ്റ് ചെയ്യുന്ന പരിപാടി ചേരത്തില്ല എന്നാ ഞാൻ വിചാരിച്ചേ, പക്ഷേ നിനക്ക് ഇതെങ്ങനെയൊക്കെയോ നന്നായിട്ട് ചേരുന്നുണ്ട്. നീ ഇങ്ങനെ എന്നെ നോക്കൊന്നും വേണ്ട, പുതിയ ബ്രാഞ്ചിലേക്ക് പോകാനുള്ള ആ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞോന്നുള്ളൂ എന്നും പറയുന്നു. അവൻ താല്പര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല, എനിക്ക് സർജറി ഉണ്ടെന്നും പറഞ്ഞ് പോകുവാണ് ചെയ്യുന്നത്. ഡയറക്ടർ ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി നിനക്ക് താല്പര്യം ഉണ്ടെന്നാണോ പറഞ്ഞേ അതോ ഇല്ലെന്നാണോ പറഞ്ഞേ എന്ന് കൺഫ്യൂസ്ഡ് ആയി ചോദിക്കുകയും ചെയ്യുന്നു. ഡയറക്ടർ നല്ല സ്മെല്ലുണ്ടെന്നും പറഞ്ഞ് അടിച്ചുകൊണ്ടിരുന്ന ഈ പെർഫ്യൂം ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ, മോഡൽ ജോങ്വുവിന് കൊടുത്ത ഗിഫ്റ്റ്. ഇവിടെ പോലീസ് സ്റ്റേഷനിലെ കങ്ങോ മിന്യോക്കിനോട് അന്നൊരു കാർ മോഷണം പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം കാർ ഡോക്ടർ ജോങ്വുവിന് നേരെ പോവുകയും ചെയ്തു. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. കുറ്റവാളി എന്ന് തോന്നുന്ന ആള് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന്റെ ഒരു CCTV ഫുട്ടേജ് ആണ് കേട്ടോ അത്. കങ്ങോ വീഡിയോ ക്ലിയർ ഉണ്ട്, പക്ഷെ ആ ക്യാപ്പ് കാരണം ഫേസ് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. മിന്യോക്ക് അത് കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. ആ വീഡിയോ സെൻഡ് ചെയ്ത് തരാൻ കങ്ങോയോട് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവിടെ ജോങ്വുവിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്തവണ ആളെ കാണുന്നത് കൊണ്ട് തന്നെ ജോങ്വു അയാളുടെ പുറകെ ഓടുവാണ്. ഒരു പോയിന്റിൽ എത്തുന്നതും ജോങ്വുവിന് അയാളെ കിട്ടുന്നുണ്ട്. എന്നാൽ അയാൾ കത്തി യൂസ് ചെയ്യുന്നത് കാരണം അവൻ അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും
അവൻ അയാളെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അയാളുടെ പുറകെ ഓടുന്നുണ്ട്. ഇതങ്ങോട്ട് വരുന്ന മിന്യൂക്കും കാണുന്നുണ്ട്. അവൾ അത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് ഉള്ളത്. അതിന് വേറെ റൂട്ടാണ് അവൾ സെലക്ട് ചെയ്യുന്നതും. ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തുന്നതും അവളുടെ പേരാരോ വിളിക്കുവാണ്. അവൾ ഓട്ടം നിർത്തുന്നു. ഒരുപാടായില്ലേ നമ്മൾ കണ്ടിട്ട് എന്ന് ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നു. ജോങ്വോനും ഫോളോ ചെയ്ത ആള് തന്നെയാണ്. അയാൾ മാസ്ക് കഴിക്കുന്നു. ആ ഫേസ് കാണുന്ന മിന്യൂക്കിന് മിസ്റ്റർ നമ്മിന്റെ കൊലപാതകയെയും ജോങ്വോനെ കാറിടിപ്പിക്കാൻ ശ്രമിച്ചതും ഒക്കെയാണ് ഓർമ്മ വരുന്നത്. സ്മൈൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന അവനെ കാണുന്നതും അവൾ ഒരുപാട് ഷോക്കാവുന്നു. ഷോക്ക് മാത്രമല്ല, സങ്കടവും അതിനേക്കാളേറെ ദേഷ്യവും. ഇത് കാണിച്ചുകൊണ്ടാണ് 4ാമത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.